ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു അടിപൊളിയായിട്ടുള്ള കൊഞ്ച് തൊക്കാണ് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. നമുക്ക് ചോറിനോടും ചപ്പാത്തി, അപ്പം ഇതിനോടും നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കൊഞ്ച് തൊക്കാണിത്. കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള രീതിയിൽ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യമായിട്ട് നമുക്ക് ചെറിയ ഉള്ളിയും സവാളയും, ഒരു സവാളയും ഒരു 100 ഗ്രാം ചെറിയ ഉള്ളിയും കൂടി നല്ല വൃത്തിയാക്കിയത് അരിഞ്ഞിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റണം. അല്പം എണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊരു അര തക്കാളിയാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നല്ല കളർ മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഞാനിപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഇത് ഇഞ്ചി വെളുത്തുള്ളി അരച്ച പേസ്റ്റും ഇത് പെരുംജീരകവും 1 സ്പൂൺ അതുകൂടി ചേർത്ത് ഇളക്കി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയുടെ പച്ച മണമൊക്കെ ഒന്ന് മാറി തുടങ്ങുമ്പോൾ നമുക്ക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഇപ്പോൾ ഇതിൽ ചേർക്കുന്നത് ആച്ചി മസാലയാണ്. ആച്ചി കുഴമ്പ് മസാലപ്പൊടിയും 1 സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറുമാണ്. അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അവസാനമായിട്ട് നമ്മൾ സ്റ്റൗ ഓഫ് ചെയ്യാൻ നേരത്ത് കുറച്ച് പുതിനയില, ഒരു പിടി ആവശ്യമില്ല. നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തത് ചേർക്കണ്ട. പക്ഷെ പുതിനയില ചേർക്കുമ്പോൾ ഒരു പ്രത്യേക മണവും രുചിയുമാണ്. ഇല ഒന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നമുക്കിതൊന്ന് തണുപ്പിച്ച ശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം മിക്സിയിൽ. ഈ അരപ്പാണ് നമ്മൾ പിന്നീട് കൊഞ്ചിന് ചേർക്കുന്നത്. അടുത്തായി നമുക്കൊരു ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. എണ്ണ നല്ല ചൂടാകുമ്പോൾ നമുക്ക് കടുകും ഉലുവയും കൂടി ഒന്ന് പൊട്ടിക്കാം. ഞാനിപ്പോൾ ഇതിൽ ചേർത്തിരിക്കുന്നത് നമ്മൾ വൃത്തിയാക്കി വെച്ചിരുന്ന കൊഞ്ചും 1 പിടി പച്ച പട്ടാണിയും 5 പച്ചമുളക് അരിഞ്ഞതുമാണ്. നമുക്ക് നന്നായിട്ടൊന്ന് എണ്ണയിലിട്ട് വഴറ്റിയെടുക്കണം. നമ്മുടെ കൊഞ്ചൊക്കെ ഇപ്പോൾ എണ്ണയിൽ കിടന്നിട്ട് അതിലേ തന്നെ വെള്ളം ഉണ്ടല്ലോ, അതും കൂടെ ഊറി ഇറങ്ങി ചെറുതായിട്ട് വെന്ത് വരുന്നുണ്ട്. അപ്പം നമുക്ക് ഈ സമയത്ത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പിനോടൊപ്പം നമുക്ക് നമ്മൾ നേരത്തെ കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്, എന്നാലും കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ബാലൻസായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അരപ്പ് വെള്ളം ഉണ്ടല്ലോ, ആ അരപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇതിൽ അരപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് നല്ല ഇളക്കി കൊടുത്ത ശേഷം ഒന്ന് മൂടി വേവിക്കണം. ഒരു 15 മിനിറ്റ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും കുറച്ചൊക്കെ വെള്ളം വറ്റി വരും. നമ്മളിപ്പോൾ ഇത് തൊക്കാണ് ചെയ്യുന്നത്. തൊക്കെന്ന് പറയുമ്പോൾ നമ്മൾ വെള്ളമൊക്കെ വറ്റി നല്ല ഒരു കളറൊക്കെ മാറും, ചെയ്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വരും. ആ സമയം നോക്കിയിട്ട് നമുക്കിനി ഒരു ഐറ്റം കൂടി ചേർക്കാനുണ്ട്. ആ സമയം നോക്കിയിട്ട് നമുക്ക് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് തിളക്കട്ടെ. ഇപ്പോൾ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് വെന്ത് കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയം നോക്കി
ഇത് 1 സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പാണ്, അത് കൂടി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് പിന്നെ ഒരു നുള്ള് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര ചേർത്ത് കൊടുത്താൽ നമുക്ക് ആ കറിയുടെ ഉപ്പിൻ്റെയും എരിവിൻ്റെയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് കറിയൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. എല്ലാവരും ട്രൈ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൊഞ്ച് തൊക്കിപ്പോൾ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഫീഡ്ബാക്ക് ചെയ്യുക.